നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പം നമ്മൾ നേരത്തെ മുതലേ ചർച്ച ചെയ്തിട്ടുണ്ട് ലീഗ്, അതായത് ലീഗിന് എന്തുകൊണ്ടും ശരിക്കും പറഞ്ഞാൽ ഒറ്റകക്ഷിയായിട്ട് നിൽക്കാൻ വരെ ബലമുള്ള ഒരു പാർട്ടി തന്നെയാണ്. അപ്പൊ ലീഗ് കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ലീഗ് പറയുന്നത് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നതിന് പകരം കൂടുതൽ MLA-മാരെ സഭയിൽ എത്തിക്കാനുള്ള നീക്കമാണ് ലീഗ് നടത്തുന്നതെന്ന് പറയുന്നു. അപ്പം മുന്നേ വെച്ചിരുന്ന കുറച്ച് നിബന്ധനകളുണ്ടല്ലോ, കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് അവർ സ്വയം വിശ്വസിച്ചിരുന്നു, അവർ സ്വയം അത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പം അതിനൊരു വിട്ടുവീഴ്ചയാണോ ഇപ്പൊ ഈ ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു തീരുമാനം? വിട്ടുവീഴ്ച എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സീറ്റിന്റെ എണ്ണത്തിൽ മാത്രമേ ഉള്ളൊരു വർധന വരുത്താത്തത്. കാരണം ഇപ്പോഴും അവർക്ക് ലീഗിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പ്രധാന ഘടകകക്ഷിക്ക് കിട്ടാൻ പറ്റുന്ന അത്രയും സഫീഷ്യൻ്റായ സീറ്റുകൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പരമാവധി അവർ കഴിഞ്ഞ തവണ ഒരു 15ഓളം MLA-മാരെ അവർ സഭയിൽ എത്തിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പലപ്പോഴും ലീഗിന് ഇതിന് മുൻപും ഇതുപോലെ തന്നെ പരമാവധി MLA-മാരെ അവർ സഭയിൽ എത്തിച്ച ഒരു ചരിത്രം ലീഗിനുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് കോൺഗ്രസിൻ്റെ മേൽ അധിക സമ്മർദ്ദം കൊടുക്കണ്ട എന്നുള്ളതാണ് ലീഗ് എടുക്കുന്ന ഒരു തീരുമാനം. താൽക്കാലികമായ ഒരു തീരുമാനമായി മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് അതിൻ്റെ ശക്തിയെക്കുറിച്ച് ഏറെക്കുറെ ബോധ്യപ്പെട്ടു തുടങ്ങി. മുസ്ലിം ലീഗ് ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തമായൊരു നിലനിൽപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അവർ ലീഗ് കരുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയും മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ഒരു അനുകൂല സാഹചര്യമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്താണ് അനുകൂല സാഹചര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ച് ഏകദേശം ഇവിടം വരെ കൊണ്ടെത്തിച്ചു. ഇവിടെ എന്തോ വലിയ മത വൈരം നടക്കുന്നു, വെള്ളാപ്പള്ളി നടേശൻ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവിടെ വലിയ മതേതര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനം മതനിരപേക്ഷതയുള്ള സംസ്ഥാനം അല്ല, അതിനെ മതനിരപേക്ഷം അല്ലാതാക്കി തീർക്കുന്നത് ഇവിടുത്തെ LDF സർക്കാരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിനെ ചുറ്റി നിൽക്കുന്ന കുറേ ഉപജാപക സംഘവുമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ഈ മതേതരത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ടുപിടിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഇതിന്റെ പിന്നിലെ അടിസ്ഥാനം? ഇത് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയൊരു ടോക്കിന്റെ ആവശ്യം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് പൊതുധാരയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ആഗോള അയ്യപ്പ സംഗമം നടത്തിയെന്നുള്ളതുകൊണ്ടാണ്. അപ്പം ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് UDF സ്വാഭാവികമായിട്ടും ഭയന്ന ഒരു കാര്യം, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട എന്താ പറയുക സംഘടനകളെ, അതായത് സമുദായ സംഘടനകൾ പെട്ടെന്ന് തന്നെ കയറി LDF സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും LDF-നും ഒക്കെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നു. NSS SNDP പെട്ടെന്ന് തന്നെ അവർക്ക് കയറി ഒരു പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ UDF വല്ലാതെ വിറളി പിടിച്ചു. കാര്യം മറ്റൊന്നുമല്ല, ഇവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതോടൊപ്പം SDP-യുടെയും പിന്തുണ സ്വീകരിച്ചിരുന്നു. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പോലെ ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പിന്തുണ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായി ഹിന്ദു വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു, ഹിന്ദു വോട്ടുകളെല്ലാം ഈ LDF-ലേക്ക് അടിയാൻ പോകുന്നു എന്ന് പറയുന്ന ഭീകരമായൊരു പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ മുസ്ലിങ്ങളെ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ എല്ലാം വോട്ടുകൾ LDF-ലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോയി. ഈ അവസ്ഥയെ മറികടക്കണം. ആ അവസ്ഥയെ മറികടക്കാൻ ഇവിടെ ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിച്ചേ മതിയാകൂ. അതാണ് സാഹചര്യം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശരിക്കും ഇപ്പൊ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കനകോലുവിന്റെ തന്ത്രമാണ്. ആ രീതിയിൽ ഇതിനെ UDF-ആയിട്ട് ഇപ്പം SDP-യും ജമാഅത്തെ ഇസ്ലാമിയും കൂടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്കെതിരായി പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ഇതൊരു ന്യൂനപക്ഷത്തിനെ മൊത്തം പിണറായി വിജയൻ അഡ്രസ് ചെയ്യുന്നു എന്നുള്ള നിലയിലേക്ക് വരുന്നു. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, വെള്ളാപ്പള്ളിയുടെ വാക്കുകളൊക്കെ ഇപ്പൊ LDF-ന്റെ വാക്കുകളായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അപ്പൊ ഈ ഒരു നിലയ്ക്ക് നിന്നുകൊണ്ട് നോക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ മൊത്തത്തിൽ LDF-നെതിരായി തിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സ്ട്രാറ്റജി ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വർക്കൗട്ട് ആവുകയില്ല എന്നുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. ഇപ്പം ഇവിടെ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി സ്വാഭാവികമായി ചിന്തിക്കാൻ പോകുന്നത് പരമാവധി MLA-മാരെ എത്തിക്കുക. ഇതിലൂടെ മറ്റൊരു വഴിയും കൂടെ ഉണ്ട്, ഇവർക്ക് കുറെ മന്ത്രിസ്ഥാനം ആവശ്യമുണ്ട്. ഇപ്പൊ ഇതിനു മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രധാനപ്പെട്ട വകുപ്പാണ്. ആ വകുപ്പ് ആരായിരുന്നു ചോദിച്ചാൽ അബ്ദുറബ് എന്ന് പറയുന്ന ഒരാളാണ്. അതിന് മുമ്പ് ET മുഹമ്മദ് ബഷീർ ആയിരുന്നു അതിന് മുമ്പത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അപ്പോൾ അബ്ദുറബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവുന്നു, കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രി ആവുന്നു. ഇങ്ങനെ വകുപ്പുകളെല്ലാം മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പരമാവധി MLA-മാർ അവിടേക്ക് എത്തുമ്പോൾ UDF-നെ ബലപ്പെടുത്താൻ കഴിയുന്നു. അപ്പൊ UDF-ന്റെ ഒരു അവിഭാജ്യ ഘടകമായി ലീഗ് മാറുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ലീഗിന് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ UDF-ന് എത്രത്തോളം വോട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന് എത്ര വോട്ട് കിട്ടുമെന്നുള്ള അല്ലെങ്കിൽ എത്ര സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമുണ്ട്. അത് നമ്മൾ പറയാതെ തന്നെ അല്ലെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്.
പഴയ പോലെ ആൾക്കാരെ വിജയിപ്പിക്കാൻ കഴിയുമോ UDF-ന് അല്ലെ കോൺഗ്രസ് പാർട്ടിക്ക് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഇവിടെ കൂടി ഒന്ന് എത്ര സീറ്റ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്ന് പിടിക്കാൻ പറ്റും? വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് പിടിക്കാൻ പറ്റൂ. അപ്പോഴും ഈ പറയുന്ന ഒരു ഭരണം വരണമെന്നുണ്ടെങ്കിൽ ഈ ലീഗിന്റെ പിന്തുണ ആവശ്യമാണ്. അപ്പൊ പരമാവധി MLA-മാർ ഇപ്പൊ 20 സീറ്റിലാണ് മത്സരിക്കുന്നതെങ്കിൽ ആ 20-ൽ ഒരു 15ഓ 18ഓ സീറ്റിൽ വിജയിച്ചിട്ട് 18 MLA-മാരെ ഞാൻ കൊടുക്കുകയാണ് UDF-ലേക്ക്. ഈ UDF-ലേക്ക് 18 MLA-മാർ വന്നു കഴിയുമ്പോൾ ഉടനെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും PMA സലാമും എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് ഇന്ന ആൾക്കാർക്ക് ഇന്ന വകുപ്പുകൾ കൊടുക്കണം എന്ന് പറയും. ഈ ഒരു ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ? അതിന്റെ പോസിബിലിറ്റി അവിടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പരമാവധി MLA-മാർ അവിടെയുണ്ട്. ഇവർ 20 എണ്ണം വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 25 എണ്ണം അപ്പുറത്ത് കാണത്തുള്ളൂ കോൺഗ്രസിന്റെ. അപ്പൊ ഞങ്ങൾക്ക് ഇത്ര മന്ത്രിമാരെ വേണം. അപ്പൊ ഈ 5 മന്ത്രി എന്ന് പറയുന്നതിനെ കുറച്ചുകൂടെ കയറ്റി പിടിച്ച് ഒരു 6 മന്ത്രി എന്ന് പറയുന്ന ഒരു നിലയ്ക്കിലേക്ക് വേണമെങ്കിലും അവർ കൊണ്ടെത്തിക്കാൻ പറ്റും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ, റവന്യൂ അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ മുഴുവൻ ഇവരുടെ കയ്യിലേക്ക് വരും. ഇത് കൂടാതെ പ്ലസ് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം. സംഭവം സിമ്പിളായി. അവർക്ക് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ സൗകര്യമുള്ളവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ലീഗ് പിന്തുണ പിൻവലിക്കുകയാണ്. അവിടെ മുന്നണി ബന്ധം അവസാനിക്കുകയാണ്. ആ മുന്നണി ബന്ധം അവസാനിച്ച് കഴിയുമ്പോൾ അത് UDF-നെ വലിയ ദോഷം ചെയ്യും, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ. കോൺഗ്രസ് പാർട്ടി ഈ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലേറിയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇനി നോക്കുകയേ വേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാനുണ്ട്. അവിടെ പിന്നെ BJP-യുടെ നേതൃത്വം അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA എന്ന് പറയുന്ന സഖ്യം ഇവിടെ ഒരു വലിയ ശക്തിയായി മാറാൻ പോവാണ്. അപ്പൊ പ്രധാനമായും പിന്നെ ഇനി മത്സരം നടക്കാൻ പോകുന്ന NDA-യും CPM-ഉം തമ്മിലായിരിക്കും. ഇങ്ങനെ ഒരു വലിയ പ്രശ്നം നടക്കും. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും ഇത്തവണ 2026 ഭരണം പിടിച്ചേ മതിയാകൂ എന്നൊരു അവസ്ഥയിലേക്ക് പോവാ. ഈ 2026 കഴിഞ്ഞ് 2031 എത്തുമ്പോൾ സംഭവം നേരെ ഉൾട്ടയാവും. BJP അത്രത്തോളം ശക്തമായി വളരെ ഒരു സൈഡില് BJP ശക്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തും. LDF വീണ്ടും ഭരിക്കും. വീണ്ടും ഭരിച്ചു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റമുണ്ട്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി എന്തുകൊണ്ട് UDF എന്ന് പറയുന്ന മുന്നണി മതത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നു. അത് സിമ്പിൾ ലോജിക്കാണ്. ഇവിടെ മുഖ്യമന്ത്രി ഇന്ന കാര്യം ചെയ്തില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കിയില്ല എന്തുകൊണ്ട് പറയുന്നില്ല? കാരണം അങ്ങനെ പറയാൻ കഴിയുന്നില്ല. ഇപ്പോഴും കനകോലുവിന്റെ റിപ്പോർട്ട് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത കനകോലു പറയുന്നതനുസരിച്ച് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല. ഈ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്ത അത് ഉണ്ടാക്കിയെടുക്കണം. ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ അവിടെ കത്തിക്കേണ്ട വിഷയം മതമാണ്. ഈ മതത്തെ കത്തിക്കണം. ഈ മതത്തെ കത്തിച്ചാൽ മാത്രമേ പിണറായി വിജയനെതിരായിട്ടോ അല്ലെ LDF സർക്കാരിനെതിരായിട്ടോ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള പരിശ്രമമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതറിയാം. അല്ലാതെ വികസനമില്ല. ഇവിടെ ഈ പറയുന്ന ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. എവിടെയാണ് ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ കിടക്കുന്നത്? 2016 മുതൽ 2016 വരെ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉള്ള ആരോഗ്യ മേഖലയാണോ ഇന്ന് നമ്മൾ കാണുന്ന ആരോഗ്യ മേഖല? മാറിക്കഴിഞ്ഞു. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയാണോ നമ്മൾ ഇന്ന് കാണുന്നത്? അല്ല. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയാണോ നമ്മൾ ഇന്ന് കാണുന്നത്? അല്ല. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് അന്ന് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഇബ്രാഹിം കുഞ്ഞ് മന്ത്രി മരിച്ചുപോയി. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പൊതുമരാമത്ത് വകുപ്പ് പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഇപ്പോൾ ഉള്ളത്? അതുപോലത്തെ ടൂറിസം വകുപ്പാണോ ഇപ്പോൾ ഉള്ളത്? ആ കാലഘട്ടത്തിൽ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി നടന്നിരുന്ന റവന്യൂ പിന്നെ ധനവകുപ്പാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. റവന്യൂ വകുപ്പാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. ഇതൊന്നും അല്ല. അപ്പം ഈ 2016 വരെ ഉമ്മൻചാണ്ടി 11 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എത്രയോ കേരളം മെച്ചപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം എത്ര ഗെയിൽ വാതക പൈപ്പ് ലൈൻ വരുന്നു, വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നു, ദേശീയപാത വികസനം വരുന്നു, തുരങ്കപാതകൾ വരുന്നു, പാലങ്ങൾ കിട്ടുന്നു. പിന്നെ ടൂറിസം മേഖല മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ അത് പൊതുമരാമത്ത് വകുപ്പിനെയും ടൂറിസം വകുപ്പിനെയും കൂടെ മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ പ്രവർത്തന രീതി കൂടെ ഇവിടെ കൊണ്ടുവരാൻ, ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു മന്ത്രിസഭയാണ് ഈ കഴിഞ്ഞു പോയത്. അപ്പം ഇതൊന്നും ഇവർക്ക് എടുത്തു പറയാൻ പറ്റില്ല. ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പാലം പണിഞ്ഞതിൽ അഴിമതി ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പാലാരിവട്ടം പാലം നമ്മൾ ആലോചിച്ചു. ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് പാലാരിവട്ടം പാലം ഉണ്ടാക്കി. ആ പാലം പൊളിഞ്ഞടങ്ങി പോയി. അവസാനം ആ പാലത്തെ വണ്ടി കയറ്റാതായി വീണ്ടും പാലം പണിയേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ അല്ല കേരളം ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ കത്തിക്കാൻ പറ്റില്ല. അവിടെ കത്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം മതമാണ്. ആ മതത്തെ കത്തിക്കാനും ഈ രീതിയിൽ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ മതനിരപേക്ഷമായിട്ടേ അല്ല പ്രവർത്തിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലീഗിന് ഇത്തവണ കൂടുതൽ MLA-മാരെ എത്തിക്കുക എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലേക്ക് വന്നത്. അപ്പൊ ലീഗിന് കൂടുതൽ MLA-മാരുണ്ടെങ്കിൽ കൂടുതൽ മന്ത്രിമാരും അതിന് ആനുപാതികമായി ഞങ്ങൾക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടാൽ കോൺഗ്രസിന് ഒരിക്കലും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കൊടുത്തേ പറ്റൂ.
എത്ര മന്ത്രിമാർ വേണോ അത്രയും മന്ത്രിമാരെ കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഒരു തന്ത്രമാണ് ലീഗ് ഇറക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് KM ഷാജി ഉണ്ട്, ആ പുള്ളിയെ മത്സരിപ്പിക്കാൻ പോവല്ലേ. അപ്പം ഇവിടെ എത്ര മതനിരപേക്ഷത പറഞ്ഞാലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗ് പേരിൽ മാത്രം മുസ്ലിം ഉള്ള ഒരു പാർട്ടിയാണ് എന്നും അതിനൊരു മതനിരപേക്ഷ മുഖമുണ്ട് എന്നുള്ള കാര്യം ഞാൻ തന്നെ പലപ്പോഴും ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പൊ പറയുന്നു മതനിരപേക്ഷമായ മുഖം ആകപ്പാടെ 2-3 പേർക്കേ ഉള്ളൂ. ഒന്ന് പറയുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും മുനീർ സാഹിബിനും അതോടൊപ്പം തന്നെ നമ്മുടെ സാദിഖലി തങ്ങൾക്കും ഇവരൊരു മതനിരപേക്ഷതയുടെ ഒരു മുഖം പിടിച്ച് നിൽക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് ഇതൊരു വൻമതിലാണെങ്കിൽ ആ വൻമതിലിനപ്പുറത്ത് കുറെ അധികം ആൾക്കാരുണ്ട്. KM ഷാജിയെ പോലുള്ള ഒരു പിടി വലിയ നേതാക്കന്മാരുണ്ട്. ഈ നേതാക്കന്മാരെല്ലാം മതം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോ ശരിക്കും ഇന്ന് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മതനിരപേക്ഷമായ വിഷയത്തിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ സീറ്റ് MLA-മാരെ എത്തിക്കുകയും ചെയ്യും, കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെടുകയും ചെയ്യും. ഇതൊരു വലിയ സ്ഫോടനാത്മകമായ നിലയിലേക്ക് ഒരുപക്ഷെ എത്തിച്ചേരാനുള്ള സാഹചര്യവും ഉണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത്. അതുകൊണ്ടെടുത്ത പുതിയൊരു ഇലക്ഷൻ തന്ത്രമാണ് ലീഗിൻ്റെത് ഇത്.